Hi dear friends, Assalamualaikum. ഈ പറഞ്ഞ ബിരിയാണിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ആയിട്ട് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. അതിനു മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയുള്ള ഉള്ളി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതെല്ലാം ഒന്ന് വറുത്ത് കോരാം. ഓയിലാണ് വറുക്കുന്നത്. കുറച്ച് നെയ്യും മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കന് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് തൈരും ചേർത്തിട്ട് വിസിലടുപ്പിക്കുകയാണ്. ഇവിടെ ലഗൂൺ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ആദ്യം. ഏകദേശം ഒരു 10 വിസിലോളം അടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. ചൂടായ പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഒരു 6 പച്ചമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്, കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. 1 കിലോ ചിക്കനാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ളൊരു അളവാണ് ഈ പറയുന്നത്. സാധാരണ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ടാണ് ബാക്കിയുള്ള മസാലകളെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി നല്ലതുപോലെ ഏകദേശം ഒന്ന് വഴന്ന് വരുന്ന സമയം നമുക്കിതിലേക്കിട്ട് ചെറുതാക്കി എരിഞ്ഞ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ സമയക്കായപ്പോഴത്തേന് നമ്മൾ ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 വിസിലോളം നമ്മൾ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ടർമറിക്കും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയില, പുതിനയില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച 3 മീഡിയം സൈസ് തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം ചേർത്തതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മാത്രം ചേർക്കുന്നുള്ളൂ, അതിലുള്ള വെള്ളം നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നില്ല. ലഗൂൺ ചിക്കൻ ആയതുകൊണ്ട് നല്ലതുപോലെ വേവുണ്ട്, അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്തത്. ചിക്കൻ ഫുള്ളായിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും മസാലയും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം തൈരും ഒരു 1/2 ലെമൺ ജ്യൂസും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള റൈസ് തയ്യാറാക്കാം. ജീരകശാല റൈസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ 1 കപ്പിന് 4 കപ്പ് എടുത്തിട്ടുണ്ട്. 4 കപ്പിന് 6 കപ്പ് വെള്ളം എന്ന അളവാണ് എടുത്തിട്ടുള്ളത്. ചൂടായ പാനിലോട്ട് ഓയിലും കുറച്ച് നെയ്യും കൂടി മിക്സ് ചെയ്ത് അതിലിട്ട് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കഴുകി വറുത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഏകദേശം അരി ഒന്ന് പൊട്ടി വരുന്ന ഒരു സമയം വരെ നമ്മളിത് വറുത്ത് എടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മസാല ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചാണ് ചേർക്കുന്നത്. 4 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് പെരുംജീരകം, മല്ലിയില, കുറച്ച് ചെറുനാരങ്ങനീര് എല്ലാം മിക്സ് ചെയ്യാം. എന്നിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ അരിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ചോറ് ദം ചെയ്യുന്ന പരിപാടിയാണ്. ചിക്കൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. സാധാ നോർമൽ ദം ചെയ്യുന്ന പോലെ തന്നെ. താഴെ ചിക്കൻ മസാല, മേലെ റൈസ്, ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സ്പൈസസും പിന്നെ നമ്മൾ വറുത്തരിച്ച് ഗാർണിഷിങ്ങിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ മല്ലിയില അതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും റൈസ് എന്ന ഒരു ലെവലിൽ ഇട്ട് കൊടുക്കുക. താഴെ ഒരു ഫ്രൈ പാനും വെച്ച് കൊടുത്തിട്ടുണ്ട്. പകുതിയോളം റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. RKG യൂസ് ചെയ്യുന്നവർക്ക് അത് യൂസ് ചെയ്യാം. ഞങ്ങളിവിടെ സാധാരണ നോർമൽ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള റൈസും കൂടി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ചോറിടുക, അതിൻ്റെ മേലെ മല്ലിയില
അണ്ടി മുന്തിരി എല്ലാം ഗാർണിഷ് ചെയ്യുക. ശേഷം ലേശം നെയ്യും ചേർത്ത് കൊടുക്കുക. തമിഴിലെ പേര് കണ്ടിട്ട് അറിഞ്ഞിട്ടൊന്നും വേണ്ട, അത് പ്രത്യേകം എന്തെങ്കിലും ഐറ്റം ബിരിയാണിയാണോ എന്ന് വിചാരിക്കൊന്നും വേണ്ട. അതെൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ്, ആയിറ്റി എന്നാണ് വിളിക്കൽ. കൂട്ടുകാർക്കൊക്കെ ഇടയിലൊക്കെ ആയിറ്റിൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ആയിറ്റിൻ്റെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. മൂപ്പരെ കൊണ്ട് തന്നെ ഒന്ന് ഉണ്ടാക്കിപ്പിച്ചതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഷെഫ് ആയിറ്റി. ബിരിയാണി ദം ചെയ്യാനുള്ള പരിപാടിയിലാണ്, ഭയങ്കര ബിസിയാണ് മൂപ്പര്. അപ്പോൾ ഗാർണിഷിങ് പരിപാടികളൊക്കെ ഏകദേശം കഴിയാറായി. ഇതിലോട്ട് കുറച്ച് ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത്, നമ്മൾ ചിക്കൻ വേവിച്ച ആ വെള്ളത്തിൽ തന്നെയാണ് മഞ്ഞൾ കലക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം. കുറച്ച് മഞ്ഞ കളറും കുറച്ച് റെഡ് കളറും ആ ഒരു വെള്ളത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കൻ്റെ വേവിച്ച ആ ഒരു ഫ്ലേവറും കൂടി നമ്മൾ ബിരിയാണിയിലോട്ട് കിട്ടും. ആ വെള്ളം വെറുതെ വേസ്റ്റാക്കി കളയും വേണ്ടല്ലോ. അപ്പോൾ ഗാർണിഷിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി ബിരിയാണി ദം ചെയ്യാനുള്ള പരിപാടിയിലാണ്. എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ്. ശേഷം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ലഗൂൺ ചിക്കൻ ബിരിയാണി നമുക്ക് കഴിക്കാം. 5 മിനിറ്റൊക്കെ കഴിഞ്ഞു, ദം ചെയ്യലൊക്കെ കഴിഞ്ഞു. ഇനി ബിരിയാണി വിളമ്പുന്ന പരിപാടിയാണ്. ഉണ്ടാക്കിയ ആൾ തന്നെ വിളമ്പിയാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ ആൾ തന്നെയാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ സംഗതി പൊളിയാണ് കേട്ടോ. ബിരിയാണി അടിപൊളി ബിരിയാണി ആയിരുന്നു. പൊതുവെ എനിക്ക് ഈ ലഗൂൺ ചിക്കൻ ബിരിയാണി അത്ര ഇഷ്ടമില്ലാത്ത ആളാണ്. ബിരിയാണി അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അഭിപ്രായം കൂടി നമുക്ക് കേൾക്കാം. പിറ്റേന്നായിരുന്നു ഇതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ്, അടിപൊളിയായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.